ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് സുഷി. ഇന്ന് കുങ്ഫുവിലെ 5 ബേസിക് സ്റ്റെപ്പുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 5 സ്റ്റെപ്പുകളെ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് നമ്മളുടെ ആക്രമണങ്ങളെയും പ്രതിരോധങ്ങളെയും ഒക്കെ പാകപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റാൻസ് ചെയ്യുന്നത് ഗോങ്ബു ആണ്, അഥവാ ബോ സ്റ്റാൻസ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ലെഗ് അതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. ഒരു കാലിതുപോലെ നിങ്ങളുടെ റൈറ്റ് ലെഗ് ഒരു ആംഗിളിലേക്ക് ഇതുപോലെ ചരിച്ചു വെക്കുക. 45 ഡിഗ്രി ആംഗിളൊക്കെ നിൽക്കുന്നിടന്ന് 45 ഡിഗ്രി ആംഗിളിലേക്ക് ഒരു കോണിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചു വെക്കുക. അടുത്ത കാല് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് ഇതുപോലെ കയറ്റി വെക്കുക. ഈ ഒരു ഭാഗം ഒന്ന് കുറയും. ഫ്ലോറിൽ നിന്ന് 90 ഡിഗ്രിയിലാണ് ഈ നീ ഇരിക്കേണ്ടത്. നിങ്ങൾ മുട്ടുകാല് ഫ്ലോറിൽ നിന്ന് 90 ഡിഗ്രി ഇതുപോലെ ഫ്രണ്ടിലേക്ക്. താഴെ ഈ കാല് വരുമ്പോൾ ഇതിൻ്റെ പാദം 45 ഡിഗ്രി ആംഗിളിലേക്ക് ചരിഞ്ഞിരിക്കണം. മുട്ടുകാല് വളയാതെ സ്റ്റഡിയാക്കി ബോഡി സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെയാണ് ബോക്സ് സ്റ്റാൻസിൽ വരുന്നത്. അടുത്തൊരു മൂവ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻസ് ആയിട്ട് വരുന്നത് ഹോട്ട് സ്റ്റാൻസ് അഥവാ മാപ്പു. ലെഗ് ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലേക്ക് നീക്കി വെക്കുക. ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. താഴേക്ക് ഡൗൺ ചെയ്തു മുട്ടുകാൽ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് താഴേക്ക് ഡൗൺ ചെയ്തിരിക്കുക. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ലെങ്ത്ത് പലർക്കും കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പം കുറച്ച് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ കുറച്ച് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. അപ്പം ഒന്ന് ചേർത്ത് കാല് വെക്കുക. ഇവിടുന്ന് 1 2 3 4 അതിനുശേഷം പാരലാക്കുക. ഈ ഒരു ബെൻഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ലെഗ് ചേർത്ത് വെക്കുക. ഇവിടെ നിന്ന് 2 ലെഗ് ഇതുപോലെ ഒന്ന് 45 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യുക. അതിന് ഓപ്പോസിറ്റായിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. അത് പാരലാക്കുക. അപ്പോഴും സെയിം ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് കിട്ടുന്നു. ബോഡി ബെൻഡ് ആവാതെ സ്ട്രെയിറ്റ് ആകും. ഈ ഒരു സ്റ്റാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ടൈം നിൽക്കുമ്പോഴത്തേക്കും ഒരു 15 സെക്കൻഡ്, അതുപോലെ ഓരോ സ്ലോറും അത് 30 സെക്കൻഡ്, 1 മിനിറ്റ്, അങ്ങനെ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂട്ടിയെടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ഒരു സ്റ്റാൻസുകളൊക്കെ നമ്മുടെ ബോഡിയുടെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ വളരെ നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഡ്രോപ്പ് സ്റ്റാൻസ് അഥവാ ഫുബു. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മൾ ഹോട്ട് സ്റ്റാൻസിൽ ഇരുന്ന ആ ലെങ്ത്തിലാണ് ഇതിൻ്റെ ലെഗ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സൈഡിലേക്ക് ഈ ഒരു കാല് ഫോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് 1 സൈഡ് ഇതുപോലെ ഒന്ന് ഇരിക്കുക. ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ലെഗിൻ്റെ പൊസിഷൻ പുറത്തേക്ക് പോവാതെ ഉള്ളിലേക്ക്. അതുപോലെ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ഉയർന്നു പോരുന്നത്, അത് ഫ്ലോറിലേക്ക് ടച്ചായിട്ട് വിടും. ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റാൻസ് ചെയ്യുന്നത് റെസ്റ്റിംഗ് സ്റ്റാൻസ് ആണ്, അഥവാ സീബു. അപ്പോൾ അതിന് ലെഗ് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. ഒരു കാല് ഇതുപോലെ 45 ഡിഗ്രി ആംഗിളിലേക്ക് ഇതിൽ നിന്ന് ആംഗിളിലേക്ക് വെക്കുക. അടുത്ത കാല് ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് വെക്കുക. ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക്. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ഇത് ഫുള്ളായിട്ടൊന്ന് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ കാല്, ഈ മുട്ടുകാല് മുന്നിലെ കാലിൻ്റെ ഉള്ളിലേക്ക്, ഈ ബെൻഡിൻ്റെ ഉള്ളിലേക്കാണ് ഇത് പോകുന്നത്. ഇവിടെ ഒരു ലോക്കായിട്ടാണ്, ഈ കാല് തമ്മിലൊരു ലോക്കായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ ബാലൻസ് പോവാതെ നല്ലൊരു സ്റ്റേബിളായിട്ട് വേണം ഈ ഒരു പൊസിഷനിലേക്ക് ഇരിക്കാൻ.
അപ്പോൾ 5ാമത്തെ സ്റ്റാൻസ് എം ടി സ്റ്റാൻസ് ആണ് ചെയ്യുന്നത്. എം ടി സ്റ്റാൻസ് അഥവാ സുബു. അപ്പോൾ അതിന് കാല് ഇതുപോലെ തന്നെ ഒന്ന് പാരലായിട്ട് വെക്കാം. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ബോഡി ഒന്ന് താഴേക്ക് ഒന്ന് ഡൗൺ ചെയ്യുക. മുട്ടുകാലൊന്ന് ബെൻഡ് ചെയ്തിട്ട് അതുപോലെ മുട്ടുകാലൊന്ന് മടക്കിയിട്ട് താഴേക്ക് അതുപോലെ ഇരിക്കും. ഇനി ഇവിടെ നിന്ന് ഈ ഒരു കാലിലേക്ക് ലോഡ് കൊടുക്കുക. ഒരു കാലിലേക്ക് ലോഡ് കൊടുത്തിട്ട് അടുത്ത കാലൊന്ന് ഫ്രീ ആക്കുക. ബോഡി ഇതിലേക്ക് കൊടുത്ത് അടുത്ത കാല് ഫ്രീ ആക്കിയിട്ട് താഴെ നിന്ന് ടച്ച് ചെയ്യാതെ ഇവിടെ വെക്കുക. ഇനി ഇവിടെ നിന്ന് മുന്നിലേക്ക് ഇതുപോലെ ടോ മാത്രം, നിങ്ങളുടെ വിരലിന് ടോ മാത്രം അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ബോഡി ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക. ഈ ഒരു പൊസിഷനിലേക്കാണ് എം ടി സ്റ്റാൻസ് വരുന്നത്. നമ്മൾ ബോഡി വെയിറ്റ് ഫുള്ള് ഇതിലായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ടച്ച് ആയിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്ത്, ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബോഡി വെയിറ്റ് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു. അതുപോലെ തന്നെ അടുത്ത ലെഗ് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ബോഡി വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഈ ഒരു പൊസിഷനിലേക്കാണ് എം ടി സ്റ്റാൻസ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസുകളെല്ലാം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സ്റ്റാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയോടൊപ്പം നമ്മുടെ ബോഡിയുടെ സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ കുങ്ഫു പ്രാക്ടീസിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഗുണമാണ് എൻഡൂറൻസ് എന്നുള്ളത്. അതും ഇതുപോലെ സ്റ്റാൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡിയിലേക്ക് നല്ല രീതിയിലേക്ക് ആ ഒരു ക്വാളിറ്റിയും വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.